ഹലോ അച്ചോ, ഹായ്, നമസ്തേ. സോ രണ്ടാമത്തെ നിങ്ങളുടെ യൂണിറ്റിലെ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹരിയാലിക്ക് ഛാവ് എന്ന് പറഞ്ഞ പ്രകൃതിയുടെ ആ ഒരു തണലിലുള്ള ഒരു പാഠഭാഗമാണ് എന്താണ് ഘർ എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗം. ഘർ എന്ന് പറഞ്ഞത് ആരാണ് എഴുതിയിട്ടുള്ളത്? പ്രഭാതാണ് അല്ലെ. നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ ഹിന്ദിക്ക് जो प्रमुख कवि जो प्रभात की एक प्रमुख रचना है घर कहानी. ഘർ എന്ന് പറഞ്ഞത് കഹാനിയാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രകൃതിയും അതുപോലെ തന്നെ മനുഷ്യന്റെയും സഹജീവികളുടെയൊക്കെ ഒരു കോ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു സഹവർത്തത്തെ കുറിച്ചാണ്, സഹവർത്തിച്ചിട്ടുള്ള ആ ഒരു ജീവിതത്തെ കുറിച്ചാണ്. ഓക്കെ, ഇതിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗം. ഘർ എന്ന് പറഞ്ഞ ഒരു പാഠഭാഗം കോ എക്സിസ്റ്റൻസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഘർ എന്ന് പറഞ്ഞത് സിർഫ് മനുഷ്യ കാ नहीं बल्कि जीवों का भी है. പ്രകൃതി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ വീട് എന്ന് പറഞ്ഞത് ഘർ എന്ന് പറഞ്ഞത് ഘർ സിർഫ് മനുഷ്യ കാ नहीं है, വീട് എന്ന് പറഞ്ഞ മനുഷ്യന്റെ മാത്രമല്ല, മഗർ ബൽക്കി ജീവോं का भी है, പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ കൂടിയാണ് ഈ ഒരു വീട് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. സോ ഈ ഒരു വീട്ടിൽ ഒരുപാട് ജീവജാലങ്ങളൊക്കെ താമസിക്കുന്നതാണ് ഈ ഒരു ഘർ എന്ന കഹാനിയിലേക്ക്. നമുക്ക് വളരെ ക്വിക്കായിട്ട് ഒരു ഘർ എന്ന കഹാനി മനസ്സിലാക്കിയല്ലോ. ഇത്ര മാത്രമേ ഉള്ളൂ. പ്രഭാതിന്റെ ഒരു രചനയാണ് പ്രകൃതിയോടനുബന്ധിച്ചിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും മനുഷ്യന്റെ ഒക്കെ ഒരു കോ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്ന ഒരു ഘർ കഹാനിയുടെ തുടക്കത്തിൽ പ്രഭാത് की कहानी घर एक रोचक नजरिए से लिखी गई है जहां घर के असली मालिक इंसान नहीं है. ഘർ എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ മാലിക്, ഉടമ എന്ന് പറഞ്ഞത് മനുഷ്യനല്ല, മറിച്ച് ജീവ് ജന്തു ഹെ, ജീവജാലങ്ങളാണ്. കഹാനിക്ക് ശുരുവാത്ത്, കഥയുടെ തുടക്കത്തിൽ ചിപ്കലി സെ ഹോത്തി ഹെ. ഒരു ചിപ്കലി എന്ന് പറഞ്ഞ ആരാണ്? ചിപ്കലി എന്ന് പറഞ്ഞത് പല്ലിയാണ്, പല്ലീനെയാണ് ചിപ്കലി എന്ന് പറയുന്നത്. കഥയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു പല്ലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ജോ ഏക് ഗിർഗിറ്റ് കോ ബതാത്തി ഹെ. ഒരു ഗിർഗിറ്റ് ആയിട്ടുള്ള ഓന്തിനോട് പറയുകയാണ് എന്താണ്? ഓ ശ്രീമാൻ ഫർഹാദ് കെ നൈ ഘർ മേ ഷിഫ്റ്റ് ഹോ രഹി ഹെ. ശ്രീമാൻ ആയിട്ടുള്ള ഫർഹാദ് ആണ് മെയിൻ ക്യാരക്ടർ ആണ്. ആ വീടിന്റെ ഉടമ എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാണ്? ഫർഹാദ് ആണ്. അദ്ദേഹത്തിന് പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ആ ഈ പല്ലി. ക്യോंकि पुराने घर में झाड़ू क्या है झाड़ू और लोगों के डर से उसका जीना मुश्किल था. പഴയ വീട്ടിൽ നിന്നാണ് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ താമസിക്കുക എന്ന് പറഞ്ഞത് ശാന്തിദാസ് ആണ്. അശാന്തിദാസ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് അത് പഴയ വീടെന്ന് പറയുന്നത്. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പുതിയ ആൾക്കാർ വീട് കിരായ റൂമായിരുന്നു അല്ലെ, വാടകയ്ക്കുന്ന റൂമിലായിരുന്നു ഫർഹാദ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ വീട് മാറിപ്പോയപ്പോൾ ആ വീട്ടിൽ പുതിയ ആൾക്കാർ വന്നതെന്നാണ് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? കാരണം ഫർഹാദ് വീട് മാറിയപ്പോൾ ആ വീടിന്റെ കൂടെ തന്നെ, കാരണം പണ്ട് ഇയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിപ്കലി പഴയ വീട്ടിൽ താമസിച്ച സമയത്ത് എന്താണ് അവിടുത്തെ ആൾക്കാർ ഈ ഒരു പല്ലിനൊക്കെ ഓടിക്കുമായിരുന്നു. മാച്ചയൊക്കെ, ജാഡു എന്ന് പറഞ്ഞാൽ മാച്ചയൊക്കെ എടുത്ത് പിറകിലൊന്ന് ഓടിക്കുമായിരുന്നു. പുതിയ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ എന്താണ് ഫർഹാദിന്റെ പുതിയ വീട്ടിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ ആ വീട്ടിലേക്ക് കൂടിയാണ് പല്ലി പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നയേ ഘർ പഹുഞ്ച് കർ, നയേ ഘർ, പുതിയ വീട്ടിലെത്തിയപ്പോൾ ചിപ്കലി കാ സ്വാഗത് മക്കടി മച്ചർ മക്കിയ. ആരൊക്കെയാണ്? മക്കടി എന്ന് പറഞ്ഞാൽ എട്ടുകാലിയാണ്, സ്പൈഡറാണ്. മച്ചർ എന്ന് പറഞ്ഞാൽ കൊതുകാണ്. മക്കി എന്ന് പറഞ്ഞാൽ ഈച്ചകളാണ്. തത്തയ്യ എന്ന് പറഞ്ഞാൽ കടന്നലാണ്. ചീൻറ്റി എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ്. പുതിയ വീട്ടിലെത്തിയപ്പോഴാണ് ഇത്രയും അതിഥികൾ ഓൾറെഡി ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് കാണാം. വേ ആപ്പസ് में बात करते हैं कि मालिक फरहाद तो बस रात को सोने आते हैं और चुपचाप किताब पढ़ते हैं. യെസ്, അദ്ദേഹം എന്താണ്? ഫർഹാദ് എന്ന് പറഞ്ഞ ഓണർ എന്താണ്? രാത്രി വരും, മിണ്ടാണ്ട് വന്നിട്ട് അദ്ദേഹം എന്താണ് ഉറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഉണർന്നിരിക്കുമ്പോൾ അദ്ദേഹം ബുക്കുകളൊക്കെ വായിക്കാറുണ്ട്. അദ്ദേഹം നമ്മളായിട്ട് അധികം ഇടപെടാറില്ല. അദ്ദേഹത്തിന്റെ പരിപാടി നോക്കുന്നു, പോകുന്നു. ഉൻകാ ദീവാരോ ഓർ ഛത്തോ സെ കോയി ലേനാ ദേനാ നഹീ ഹൈ. ഇതുപോലെ ചുമരുകളൊക്കെ ചിലവരൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ അടിച്ച് ഇതിനൊക്കെ ഓടിക്കുമായിരുന്നു അല്ലെ. ദിവാർ എന്ന് പറഞ്ഞ ഛത്തായിക്കോട്ടെ, മേൽക്കൂരി ആയിക്കോട്ടെ, ദിവാർ ആയിക്കോട്ടെ, ചുമരായിക്കോട്ടെ, അതൊന്നും ഇദ്ദേഹം ഒന്ന് കൈ കടത്താറില്ല. ലേനാ ദേനാ നഹീ ഹൈ, കോയി ലേനാ ദേനാ നഹീ ഹൈ, ഒന്നും അദ്ദേഹം കൈ കടത്താറില്ല. इसलिए घर पर असली हक उन जीवों का है. ഫർഹാദ് एक പ്രകൃതി പ്രേമി इंसान है. ഫർഹാദ് എന്ന് പറഞ്ഞത് പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരാളാണ്. വേ സപ്നെ में भी देखते हैं कि उनके घर में छिपकली और मकड़ी का परिवार बढ़ रहा है. അദ്ദേഹം സ്വപ്നത്തിൽ പോലും കാണുന്ന എന്താണ്? ചിപ്കലി ആയിക്കോട്ടെ, മക്കടി. ആരാണ് മക്കടി എന്ന് പറയുന്നത്? നമ്മുടെ സ്പൈഡറാണ്, എട്ടുകാലിയാണ്. അതിൻ്റെയൊക്കെ വലകളൊക്കെ വരുന്നതൊക്കെ അദ്ദേഹം സ്വപ്നത്തിൽ പോലും കാണുന്നുണ്ട്. കാരണം അദ്ദേഹം വിചാരിക്കുവാണ് മേരാ പരിവാർ ബഡ് രഹ, എൻ്റെ ഫാമിലി വളരുകയാണെന്ന് ആര് വിശ്വസിക്കുവാണ്? നമ്മുടെ ഫർഹാദ് വിശ്വസിക്കുവാണ്. സുബഹ് ജബ് അപ്നി ചപ്പൽ മേ तीनों मेढकियों को देखते हैं. രാവിലെ എഴുന്നേറ്റപ്പോൾ അതേ ചെരുപ്പിൽ 3 തവളകളാണ്, തവളകളെ കാണുവാണ്. അപ്പോഴെന്താണ്? तो उन्हें प्यार से बाहर छोड़ देते हैं. അദ്ദേഹം ഹത്തേലി കയ്യിൽ എടുത്തിട്ടുണ്ട്, ഹത്തേലി में लेकर प्यार से बाहर छोड़ देते हैं. വളരെ സ്നേഹത്തോടെ പുറത്ത് അതിനെ കൊണ്ടാക്കുവാണ് ചെയ്യുന്നത്. और आईने में ചിപ്കലി को देखकर मुस्कुराते हैं. കണ്ണാടിയിൽ വന്ന് അദ്ദേഹം നോക്കുമ്പോൾ നമ്മുടെ ചിപ്കലിനെ കാണുകയാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ട് ചിപ്കലിനെ പുതിയ വീട്ടിൽ പോയപ്പോൾ അവസാനത്തെ സെന്റൻസിൽ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് പുതിയ വീട്ടിൽ മാറിയപ്പോൾ ചിപ്കലിയെ നേരിട്ട് കാണുവാണെന്ന്. സോ അദ്ദേഹം എന്താണ്? നല്ല സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയൊക്കെ ആർക്ക് കൊടുക്കുവാണ്? ചിപ്കലി, പല്ലി കൊടുക്കുവാണ്. यह कहानी संदेश देती है कि प्रकृति सबका घर है. ये कहानी का जो मुख्य संदेश है, प्रकृति എന്ന് പറയുന്ന सबका घर है, किसी एक का इंसान का नहीं, सभी का घर है. ये घर का मतलब होता है सभी का घर है. घर എന്ന് പറയുന്നതാണ്
എല്ലാവരുടെയും കിസി ഏക്കാ നഹി, ഒരാളുടെ അല്ല മറിച്ച് സബ്കാ ഘർ ഹെ, എല്ലാവരുടെയും വീടാണ്, പ്രകൃതിയിലുള്ള എല്ലാവരുടെയും വീടാണ് ഈ ഘർ എന്ന് പറയുന്നതാണ് എന്നൊരു കാര്യത്തോടു കൂടിയാണ്. സോ എല്ലാവരും കോ എക്സിസ്റ്റൻസ് ആയിട്ട് ജീവിച്ചു പോകുന്ന ആ ഒരു വീടിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രഭാതിന്റെ കഹാനി നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഷോർട്ടായിട്ട് നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഹിന്ദി വേർഷനും അതുപോലെ തന്നെ ഇതിന്റെ മലയാളം വേർഷനും എൻ്റെ അടുത്തുണ്ട്. ജസ്റ്റ് മേര ജിമ്മൻ സാർ ജുപ്പുന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഘർ എന്ന് അടിച്ചാൽ മാത്രം മതി, ഘർ എന്ന് എഴുതിയിട്ടാൽ മാത്രം മതി. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ നോട്ട്സ് രണ്ടും മലയാളം ഹിന്ദി വേർഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സോ बच्चों अच्छे से पढ़ लो अपने एग्जाम्स की तैयारी. मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद एंड जय हिंद.